ഈ വേനലവധികാലത്ത് കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഈ സൂര്യതാപം, താപനം, അതിപ്പോൾ ഒരു വലിയ ഭീഷണിയാണ്. പ്രത്യേകിച്ച് പാലക്കാട് മേഖലകളിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ 30-35 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂട് പോകും. ഇത് നേരിട്ട് ശരീരത്തിൽ പതിക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ തൊലിയും മാംസമൊക്കെ കരിഞ്ഞു പോകുന്നു. ഈ സംഭവം അതിരാവിലെ സ്കൂളിലേക്ക് പോയി വൈകിട്ട് വരുമ്പോഴേക്കും ഇല്ലാതെയാകുമെന്ന് നല്ലൊരു ന്യായമുണ്ട് മറുവശത്ത്. നേരെ മറിച്ച് സ്കൂളിലൊക്കെ ഫാനിൻ്റെ സൗകര്യങ്ങളെ ഉണ്ടാവും, അല്ലാതെ എ സിയിലേക്കൊന്നും എത്താൻ നമ്മുടെ സാഹചര്യം അനുവദിച്ചിട്ടില്ലല്ലോ. ഈ ഫാനും ഉഷ്ണകാലത്ത് ചൂടുള്ള കാറ്റാണ് നൽകിക്കൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു സ്വസ്ഥതയോടുകൂടെ പഠിക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾ വേനലവധിക്കാലത്ത് വീട്ടിൽ നിൽക്കുമ്പോൾ താപനാവട്ടെ അല്ലെങ്കിൽ മഴക്കാലത്ത് അവധി പുനഃക്രമീകരിച്ച് കൊടും മഴ ആവട്ടെ, വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അസാധ്യം. അപ്പോൾ അവർ നല്ല വേനലിൽ കളിക്കാൻ പോകും. മാങ്ങ ഉള്ള കാലാണ് വേനൽ അല്ലേ? അപ്പോൾ മാങ്ങ പറിക്കാൻ പോകും, മാവുമ്മ കയറാൻ പോകും. അപ്പോൾ ഈ ആഗോളതാപനം എന്ന് പറയുന്ന സാധനം സ്കൂളിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ മക്കളെ ബാധിക്കുക ലീവ് കൊടുത്താലാണ് എന്ന് മറുവശം പറയാൻ പറ്റും. രക്ഷിതാക്കളെ സംബന്ധിച്ചും ഈ നീണ്ട ലീവ് ഒരു വലിയ ബാധ്യത. എന്തുകൊണ്ടെന്നാൽ ജോലിക്ക് പോകുന്ന രക്ഷിതാക്കളാണെങ്കിൽ മക്കളെ നോക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ പരിപാടിയാണ്. ഈ മക്കളെക്കുറിച്ചുള്ള ആശങ്ക തീരാതെ അവരുടെ ജോലിയിൽ ഇഖ്ലാസ് വരിക, ആത്മാർത്ഥത വരിക, അത് തീരണ്ടാവില്ലേ? അപ്പൊ എല്ലാ വിധത്തിൽ ചിന്തിച്ചാലും അവധിക്ക് കുറെ ഗുണങ്ങളുണ്ട്, കുറെ ദോഷങ്ങളുണ്ട്. ഇതിനെങ്ങനെയാണ് ഗുണപ്രദമായി നമ്മൾ മാറ്റുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച.